ബ്രസീലിയൻ താരങ്ങളുടെ സാമ്പാ നൃത്തം പോലെ മനോഹരമായ പാസുകളും ഡ്രിബ്ലിങ്ങും പന്തടക്കവുമായി കളിക്കളം അടക്കി വാണിരുന്ന ആ 20-ാം നമ്പറുകാരൻ പയ്യൻ ലോകോത്തര മധ്യനിര താരമായി വളർന്നു വരുമെന്ന് ഫുട്ബോൾ ലോകം വിധി എഴുതി. പക്ഷേ സംഭവിച്ചത് മറിച്ചാണെന്ന് മാത്രം. 2015 ഫെബ്രുവരി 2 മിഡ് സീസൺ ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന നിമിഷങ്ങൾ. ടോട്ടൻഹാം MK ഡോൺസുമായി തിരക്കിട്ട ചർച്ചകളിലായിരുന്നു. ഒടുവിൽ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ 10 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ പ്രീമിയർ ലീഗ് വമ്പന്മാരായ ലിവർപൂളിനെ മറികടന്ന് 5 മില്യൺ പൗണ്ട് മുടക്കി ടോട്ടൻഹാം 18 വയസ്സുകാരനായ ഡെലെ അലിയെ സ്വന്തമാക്കി. മൊറീഷ്യോ പൊച്ചറ്റിനോയ്ക്ക് കീഴിൽ ഊതിക്കാച്ചിയ പൊന്നുപോലെ അയാൾ കളിക്കളത്തിൽ തിളങ്ങി. ആദ്യ 2 സീസണുകളിലും തുടർച്ചയായി പ്രീമിയർ ലീഗ് ടീം ഓഫ് ദി ഇയറിൽ ഇടം പിടിച്ച ഡെലെ അലി PFAയുടെ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും തുടർച്ചയായി കൈക്കലാക്കി. ബ്രസീലിയൻ പ്ലെയർ ഇൻ ഇംഗ്ലീഷ് കിറ്റ് എന്നായിരുന്നു അക്കാലത്ത് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ അയാളെ വിശേഷിപ്പിച്ചിരുന്നത്. പൊച്ചറ്റിനോ ടോട്ടൻഹാമിന്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞതോടെ ഡെലെ അലിയുടെ പതനവും ആരംഭിക്കുകയായിരുന്നു. അതുവരെയും അയാൾ പുറത്തെടുത്തിരുന്ന കളി മികവ് പതിയെ അകന്നുപോയിക്കൊണ്ടിരുന്നു.